ഹല്ലേലൂയ. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം അപ്പച്ച, അങ്ങയ്ക്ക് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാട്, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. യേശുവിൻ്റെ രക്തസാക്ഷി, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തസാക്ഷിയും രക്തസാക്ഷിയും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം, 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 മഹത്വം. യേശുവിന് സ്തോത്രം. ജീസസ്. ഹല്ലേലൂയ. രക്തസാക്ഷിയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാനായി കർത്താവ് വീണ്ടും ഒരു നല്ല സന്ദർഭത്തെ ഒരുക്കി തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ പാറയും വീണ്ടെടുക്കാനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് നമുക്ക് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. പ്രിയ ദൈവമക്കളെ, നമ്മളെപ്പോലെ ജീവിക്കാം ആഗ്രഹിച്ചവർ പലരും മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്നൊക്കെയും മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനേകർ തീരാ രോഗികളെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സന്ദർഭം കൂടെ ആയിരുന്നു. എങ്കിലും നാം ആയിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദയവ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, എനിക്ക് ഇങ്ങനെ നല്ല ഒരു സന്ദർഭം കൂടെ ഒരുക്കി തന്ന പ്രിയ സാജുബ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയരെ, ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ നല്ല മഴയാണ്, ശക്തമായ മഴയാണ്. എങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ ലൈവ് പകുതിയോടെ കട്ടായിപ്പോയി. അന്ന് മഴയുമില്ല, ഒന്നുമില്ല. പക്ഷേ ലൈവ് കട്ടായിപ്പോയി എന്നത് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇന്നും എന്താണ് സാഹചര്യം എനിക്കൊന്നും അറിയില്ല. മഴയുണ്ട്. എങ്കിലും ദൈവജനം പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ஆண்டவரின் രക്ഷകരുമാകിய இயேசு கிறிஸ்துவின் இனியற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம்ம ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போ எத்தனை பேர் ஆயத்தமாயிருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு பிரியமானவர்களே. அப்படினாலும் ஒவ்வொரு நிமிடமும் அவர் வருகைக்காக உற்சாகத்தோடு தேவனை துதிங்க, பரிசுத்தத்தோடு கூட கர்த்தருடைய சமூகத்தில் இருங்க. கர்த்தர் நம்மை அனைவரையும் ஆசீர்வதிப்பாராக. ஆமென். பிரைஸ் தி லார்ட். 2-3 பேர் எங்கிருந்தால் அவர் மத்திய நான் உண்டு என்ன ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, என்னோடு கூட பேசுகிற தேவன் உங்களோடு பேச வல்லவராக இருக்கிறார். பிரியமானவர்களை, வாருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தும்படி உங்களை நான் அன்போடு அழைக்கிறேன். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പഴയ ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ വരുവാനുള്ളവരും വരട്ടെ. മഴയൊക്കെ ആയതുകൊണ്ട് പലയിടങ്ങളിലും മഴയാണല്ലോ. എങ്കിലും സാരമില്ല, മെസ്സേജ് ഇവിടെ കിടക്കല്ലേ. ഇപ്പം എല്ലാവർക്കും ഏത് സമയവും മെസ്സേജ് കേൾക്കാമല്ലോ. സോ ഇരിക്കുന്നവർ പ്രാർത്ഥനയോട് കൂടി നിങ്ങളായിരിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂട്ടം വെറുത്ത് കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്ത് എന്ന കൂട്ടായി തീർന്നെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ എന്ന കൂട്ടായി തീർന്നെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. മാതാപിതാക്കന്മാരെന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്നു യേശുവുണ്ട് എനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്നു യേശുവുണ്ട്
എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് എന്നോട് ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുമ്പിലും പിൻപിലും കാവലായി നിന്നു നീ മുമ്പിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അമ്പോടും കാക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അമ്പോട് കാക്കണമേ. ഇത്തരയിൽ എന്നെ ഇത്രമൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനെ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിയ വേളയിൽ അപ്പച്ചാ തിരുവചനവുമായി അടിയങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അപ്പച്ച, കടന്നു വരുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ യേശുവേ, അങ്ങയുടെ വചനം ഇന്ന് ഈ പ്രിയപ്പെട്ടവരെ സമാധാനിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, കർത്താവേ, പുതിയ കൃപകൾ, വരങ്ങൾ, അഭിഷേകങ്ങൾ അവർക്ക് ലഭിക്കാൻ ഇന്നത്തെ വചന ശുശ്രൂഷ അതിനൊരു മുഖാന്തരമായി മാറട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോടെ താഴ്ത്തുന്ന കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ, വലിയ ദൈവകൃപ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കണം. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തിനും ഒടുക്കത്തിനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ കർത്താവെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഒരല്പ നിമിഷം ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ബൈബിൾ സ്റ്റഡി ഉണ്ട് 5 മണിക്ക്. അതിന് മുൻപായിട്ട് തന്നെ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യും. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കാം. കർത്താവ് എല്ലാവരോടും സംസാരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ദൈവ പൈതലിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ക്ഷീണിക്കുവാനിടയാകരുത്. ഹൃദയം ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം നഷ്ടമാകും. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും എല്ലാം നഷ്ടമാകും. ആകയാൽ പ്രിയ ദൈവ പൈതലെ, നാം ഓരോ ദിവസവും ക്ഷീണമില്ലാത്തവരായിട്ട് നാം ഓടുന്നതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഏറ്റവും വലിയ നന്മയും വിടുതലുമായി മാറുന്നത്. എത്ര പേർക്ക് ദൈവത്തെ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു ചെറിയ രോഗം വരുമ്പോൾ, നമുക്കൊരു ദുഃഖം വരുമ്പോൾ, നമുക്കൊരു കഷ്ടം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ ശാരീരികമായി നമ്മൾ ക്ഷീണിച്ചു പോകും. ദൈവ പൈതലെ, എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആത്മീകമായി, മാനസികമായി അവൻ തളർന്നു പോകുകയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകം ഉണ്ടായിരുന്നു. ഞാൻ ബൈക്കിൽ നിന്ന് വീണത് സത്യമാണ്, പക്ഷേ ഞാൻ മാനസികമായി ഞാൻ തകർന്നിട്ടില്ല. ഞാൻ ശാരീരികമായി മാത്രമേ ഞാൻ തകർന്നു പോയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രിയ ദൈവ പൈതലെ, ഇങ്ങനെയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയാണ്. ആകയാൽ നാം കർത്താവിന്റെ സന്നിധിയിൽ നാം ഒരിക്കലും ക്ഷീണിതരായി കാണപ്പെടുവാൻ ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയരെ, എല്ലാ മനുഷ്യർക്കും ക്ഷീണമുണ്ടാകാറുണ്ട്. പലർക്കും പല വിധത്തിലാണ് ക്ഷീണം സംഭവിക്കുന്നത്. 1 മിനിറ്റ്, ഞാൻ സൗണ്ട് കുറച്ചോട്ടെ. എനിക്ക് തോന്നുന്നു ഒരുപാട് സൗണ്ടാണ് തോന്നുന്നു. അല്പം, ഒരു നിമിഷം.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, എല്ലാ മനുഷ്യർക്കും ക്ഷീണമുണ്ടാകാറുണ്ട്. എന്നാൽ ക്ഷീണം പല തരത്തിലാണ്, അല്ലെങ്കിൽ പല വിധത്തിലാണ് ക്ഷീണം സംഭവിക്കുന്നത്. ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ക്ഷീണിക്കുവാൻ ഇടയാകരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. 61-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പ്രിയരെ, ഇവിടെ ഒരു വലിയ തീരുമാനമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോട് കൂടിയാണ്. എന്നാൽ അത്താളുകൾ മറിക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ തീർന്ന് അന്താഴങ്ങളും കൊളുത്തുകളും വെച്ച് പൂർത്തീകരിക്കപ്പെടുന്ന പദ്ധതി, അത് പൂർത്തീകരിക്കാൻ ശക്തനായ ദൈവത്തിന്റെ നിറവുകളെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആമേൻ പറഞ്ഞാട്ടെ ദൈവജനമേ. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുമ്പോൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിപ്പാൻ ശക്തനായ ദൈവം നമ്മെ കൊണ്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങും. എത്ര പേർ ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും? പ്രിയ ദൈവമക്കളെ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ, പ്രിയരെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. നീ പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, നിന്നെ കൊണ്ട് ദൈവം വൻകാര്യങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയാകും. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ശക്തനായ ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ഭക്തൻ പ്രതിസന്ധികളെ മറികടക്കും എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന കവചം ധരിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന എന്ന ശക്തി, പ്രാർത്ഥന എന്ന ഒരു പവർ ധരിച്ച ഒരു വ്യക്തിയെങ്കിൽ അവനെ ഒരു തരത്തിലും ഒന്ന് ടച്ച് ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. എത്ര പ്രശ്നങ്ങൾ വരട്ടെ, എത്രമാത്രം പ്രതിസന്ധികൾ കടന്നു വരട്ടെ, തരണം ചെയ്യുവാൻ അവന് സ്വർഗീയമായ കൃപ ദൈവം അയച്ചവനെ വിടുവിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അവന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കും. അവൻ പാടുന്നതും, അവൻ പ്രാർത്ഥിക്കുന്നതും, അവൻ പ്രവർത്തിക്കുന്നതും, അവൻ ചിന്തിക്കുന്നതും എല്ലാം അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടിയിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. അവരെന്താ ചെയ്യുന്നറിയാമോ? ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ അവരിങ്ങനെ ഓരോ ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോറി ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതിലെല്ലാം സിനിമ പാട്ടായിരിക്കും വെച്ചിരിക്കുന്നത്, മുഴുവൻ സിനിമ പാട്ട്. എന്നിട്ട് നമ്മൾ അടുത്തിരിക്കുന്നവരോട് പറയും, ഇതൊന്നും നോക്കിക്കേ, ഇതൊന്നും നോക്കിക്കേ എന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയോട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ജൂനിയറിനോട് ഞാൻ പറഞ്ഞു, ഞാനൊരു ദൈവ പൈതലാണ്, സൂക്ഷിച്ച് വേണം എന്നോട് സംസാരിക്കാൻ. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞത്, സൂക്ഷിച്ച് വേണം എന്നോട് സംസാരിക്കാൻ. സിനിമാ പാട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കിടക്കാനുള്ള സിനിമാ പാട്ട് കൊണ്ടുവന്ന് എൻ്റെ ചെവി കേൾപ്പിക്കാനായിട്ട് എന്തിനിങ്ങനെ ഒരുങ്ങുന്നു? ഞാൻ അത് ഇഷ്ടപ്പെടുന്ന ആളല്ല, മനസ്സിലായില്ലേ എന്ന ഞാൻ ആ കുട്ടിയോട് ഞാനിങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നിലവുകളാകട്ടെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തി എല്ലാം ദൈവത്തിന് ഹിതമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ലോങ് ട്രാവൽ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ തനിച്ചെവിടെയും മാറിയിരിക്കും. എന്തിനാണെന്നറിയാമോ? ഞാൻ കണ്ണടച്ചിട്ട് ഞാനിങ്ങനെ വലിയ സ്റ്റേജ് നോക്കി പ്രസംഗിച്ച് ഇങ്ങനെ അങ്ങ് പോകും. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ദൈവമായിട്ട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോകും. ഒരു ദിവസം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിലാണ് ഞാനിങ്ങനെ കിടന്നുറങ്ങി പോവുക. ഉറങ്ങിയില്ല, ഞാൻ കിടന്നു പോവുകയാണ്. ആ സമയത്ത് ഞാൻ ഈറോഡ് മുതൽ എനിക്ക് തോന്നുന്നു ഏകദേശം പാലക്കാട് വരെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ചിങ്ങനെ പോകുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ പ്രിയരെ, ഞാൻ അതിന് ശേഷമായിട്ട് ഞാനിങ്ങനെ സൈഡ്
സീറ്റിലിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങിയോ എന്നെനിക്കൊരു സംശയം. പക്ഷേ എന്നെ ഇങ്ങനെ തട്ടിയതുപോലെ എനിക്ക് തോന്നി. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു പ്രസൻസ് എനിക്ക് അനുഭവിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ തകർന്നു പോകത്തക്കവണ്ണമുള്ളത്, ദൈവസന്നിധി വിട്ടു പോകത്തക്കവണ്ണമുള്ളത് അനേക കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പങ്ക്തി ഞാൻ എടുക്കാറുണ്ട്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഒരു ദേവദാസൻ എന്നെ വിളിച്ച് എന്നോട് പറയുണ്ടായി, എനിക്കറിയില്ല, ദേവദാസൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ആൻറ്റി വളരെ നന്നായിരുന്നു ആൻറ്റി, ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് ഓണത്തെക്കുറിച്ച് അത് എടുത്തിരുന്ന് വളരെ നന്നായി എന്ന്. കാരണം എന്താ, അത്രമാത്രം ലോകം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ തലമുറയും അങ്ങനെ തന്നെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നാം ദൈവത്തിന്റെ വഴി വിട്ടു പോകുവാൻ ഇടയാകരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൊബൈലൊക്കെ നല്ലതാണ്, വളരെ ഉപകാരപ്രദമായ ഒന്നാണ് അല്ലേ? മൊബൈൽ ഇല്ലെങ്കിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവില്ലെങ്കിൽ പോലും ഭാര്യ ഇരുന്ന് കളയും, ഭാര്യ ഇല്ലെങ്കിൽ പോലും ഭർത്താവ് ഇരുന്ന് കളയും. കിടന്നുറങ്ങും, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് അപ്പനെയും അമ്മയും വേണ്ട, എല്ലാവർക്കും മൊബൈലും മതി. മൊബൈല് കെട്ടിപ്പിടിച്ചിങ്ങനെ ഉറങ്ങുന്ന ഒരു കാലത്തിലാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കുഞ്ഞേ, കർത്താവിന്റെ വഴിയിലൂടാണോ നാം സഞ്ചരിക്കുന്നത് എന്നതാണ് ഇന്ന് നാം ചിന്തിക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം പോകുന്ന വഴി അത് വിശ്വാസത്തിന്റെ ട്രാക്കാണോ എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആകയാൽ നമ്മുടെ ഹൃദയം കവിഞ്ഞൊഴുകേണ്ടുന്നത് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ട്, ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം നമ്മിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷം അത് തന്നെ പാടുവാനും പ്രാർത്ഥിക്കുവാനായി തോന്നും. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടതാട്ടോ. അനേക ദേവദാസന്മാരുണ്ട്, ദൈവനാമത്തിൽ ക്ഷമിക്കുക, എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറയുക. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ദേവദാസനുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഞാനിങ്ങനെ ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഡ്രം ഇങ്ങനെ കൊട്ടിക്കൊണ്ട് പാടുക, പാവാട വേണം മേലാട വേണം. നോക്കിക്കോണേ ദൈവമക്കളെ, ഞങ്ങളത് പലപ്പോഴും പലയിടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ദൈവദാസന്മാരും പോലും ദൈവദാസിമാർ പോലും എന്ന് അഭിമാനിക്കുന്നവർ പോലും ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ അവർ അറിയുന്നില്ല എന്നതാണ് സത്യം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഏത് നിമിഷവും നമ്മുടെ അരുമനാഥന്റെ വരവ് ഉണ്ട്. ഏത് നിമിഷവും കർത്താവ് വരും മണവാളനോട് കൂടെ പോകുവാൻ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഒരുക്കി കാന്തയെ, ഹല്ലേലൂയ മണവാട്ടിയാം സഭയെ ഹല്ലേലൂയ നാം ഒരുങ്ങി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവ പൈതലെ ഈശാന പോലെ കാറ്റ് ആഞ്ഞടിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തകർത്ത് കളയാറുണ്ട്. എന്നാൽ തകർന്നു പോകാതെ നമ്മെ ബലപ്പെടുത്തുന്ന ഹല്ലേലൂയ നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൃപയാ കേട്ടോ. ഹല്ലേലൂയ സഹോദര, ദൈവത്തിന്റെ കൃപയാ. നിങ്ങളുടെയോ എന്റെയോ മിടുക്കല്ല, നമ്മുടെ അന്തസ്തോ അഭിമാനവുമല്ല, നമ്മുടെ പ്രോപ്പർട്ടീസ് കൊണ്ടല്ല, നമ്മുടെ പഠിപ്പ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാ ഇന്ന് ജീവനോടെ നിൽക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്നപ്പോൾ, ക്ഷീണിച്ചു എന്നല്ല, ഇനിയും ഇതിനേക്കാൾ വലിയ ക്ഷീണം ഉണ്ടാവുകയില്ല എന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ആത്മീക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചുവോ? നിന്റെ ആത്മീക ജീവിതത്തിൽ എവിടെയെങ്കിലും മന്ദത ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും തകർന്നു പോയി എന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ക്ഷീണം സംഭവിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഹല്ലേലൂയ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നതാണ്. എത്ര പേർക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ കഴിയും? ചിലരിങ്ങനെയാ, ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കത്തില്ല, അന്നേ ദിവസം അവർ ശീഘ്രമായി നേരത്തിൽ തന്നെ അവർ കിടന്നുറങ്ങും. ചിലരങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷീണം സംഭവിച്ചാൽ പിന്നെ ദൈവത്തെ വിളിയില്ല. ചിലർ പറയുന്നേക്കണോ, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ദൈവം എന്നെ ഒരുപാട് ദൈവം കൈവിട്ടു, ഇനി ഞാൻ ഈ ദൈവത്തെ വിളിക്കത്തില്ല.
അങ്ങനെ അവർ പിന്നെ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് അവർ മാറിയിരിക്കും. ചിലർക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖം അത് കാണിച്ചു കൊടുക്കും, മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ചിലർക്ക് ക്ഷീണം സംഭവിച്ചാൽ അടുത്തുള്ളവരോട് വിളിച്ചു പറയും. നമ്മുടെ സഹോദരിമാർക്ക് ക്ഷീണം ഉണ്ടായാൽ അമ്മ വീട്ടിലേക്ക് വിളിച്ചു പറയും. നമ്മുടെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ വിളിച്ച്, മാതാപിതാക്കന്മാരെ വിളിച്ച് ഈ സങ്കടങ്ങളെല്ലാം അവരവിടെ ബോധിപ്പിക്കും. സഹോദരന്മാർക്ക് ഒരു കഷ്ടം വന്നാൽ ഫൈനാൻഷ്യറെ തേടി പോകും. ഇതാണ് ഇന്നത്തെ സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, ചിലർക്ക് ക്ഷീണം വന്നാൽ അവരാരോടും പറയാറില്ല, ഒരുത്തരോടും പറയാറില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നറിയാമോ? മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിലവിളിക്കും. എൻ്റെ അപ്പ, ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ കർത്താവേ, അങ്ങല്ലാതെ എനിക്ക് ആരപ്പ ഉള്ളത്? എന്നെ ആരപ്പ സഹായിക്കുന്നത്? ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങനോട് ഇടപെടണമേ. എൻ്റെ ഈ പ്രശ്നത്തിൽ അപ്പൻ ഇറങ്ങി വരണമേ. എൻ്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ ഒഴിവാക്കണമേ. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എനിക്കൊരു വിടുതല അയക്കണമേ. എൻ്റെ ബിസിനസ് മേഖലയെ തകർന്നു കിടക്കുന്നു അപ്പ, എന്നെ ഈ രോഗത്തിൽ നിന്ന് വിടുതലയാക്കണമേ അപ്പ. ഹല്ലേലൂയ. ചിലർ മാത്രം ദൈവസന്നിധിയിൽ നിലവിളിക്കും. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയാണോ? നീറിപ്പോകുന്ന അവസ്ഥയിലൂടെ നീ കടന്നു പോകുകയാണോ? നിന്റെ വേദന, നിന്റെ ദുഃഖം ആരോട് പറയുവാൻ കഴിയുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ? നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ കുഞ്ഞെ, നിന്റെ വിഷയത്തിന് ഇന്ന് പകൽക്കാലം ദൈവം വിടുതലയക്കുന്ന ഒരു ദിനമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ നീ ഏറ്റെടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹൃദയം ക്ഷീണിച്ചാൽ മടുപ്പുണ്ടാകും. ഹല്ലേലൂയ. ഹൃദയം ക്ഷീണിച്ചാൽ മടുപ്പുണ്ടാകും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പ്രിയരെ, ഹൃദയം ക്ഷീണിച്ചാൽ മടുപ്പുണ്ടാകും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞുവല്ലോ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത്? എന്തിനാ ഇതൊക്കെ ഞാൻ സഹിച്ച് ഈ കുടുംബത്തിൽ നിൽക്കുന്നത്? കഴിഞ്ഞൊരു ദിവസം ഉണ്ടായ ഒരു കാര്യം, പൈതൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഫോണിന് അഡിക്റ്റാ. പിതാവിന്റെ സ്വന്തം അപ്പൻ അവനെ ഒന്ന് ശിക്ഷിച്ചതിന്റെ പേരിൽ എന്തു വലിയൊരു ശിക്ഷ ആ പിതാവിന് സംഭവിച്ചെന്നറിയാമോ? മകൻ ഫോണിന് അഡിക്റ്റ് ആയിട്ട് അവൻ ചെയ്തു കൂട്ടിയത്, അവൻ റമ്മി പോലുള്ള ചില ഗെയിംസ് വിളയാടി അപ്പന്റെ അമ്മയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ബാലൻസ് മുഴുവൻ എംറ്റി ആക്കി. പോരെ, അപ്പൻ ശിക്ഷിച്ചതിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു. പോലീസുകാര് ആ അപ്പനെ കുറെ നാളത്തേക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു കാലം നമ്മുടെ മുൻപിലുണ്ട്. ആകയാൽ കുഞ്ഞെ, നീ നിരാശനാണോ? നീ ക്ഷീണിച്ചു പോയോ? ഹല്ലേലൂയ. ജീവിതത്തിൽ എവിടെയെങ്കിലും നീ ക്ഷീണിച്ചു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ താണിരുന്നാട്ടെ. നിന്റെ വിഷയത്തിന് കർത്താവ് ഹല്ലേലൂയ ദൂതനെ അയച്ച് നിന്നെ വിടുവിച്ച് മാനിക്കുന്ന ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ ഇതൊക്കെ സഹിച്ച് കുടുംബത്തിൽ നിൽക്കേണ്ടി വരുന്നത്? എന്തിനാ ഞാൻ ഉപവസിക്കുന്നത്? എന്തിനാ ഞാൻ സ്നാനപ്പെട്ടത്? ഹല്ലേലൂയ. ജീവിതത്തിൽ മടുപ്പുണ്ടാകും. ഹല്ലേലൂയ. ജീവിതത്തിൽ മടുപ്പുണ്ടാകും. പ്രിയ ദൈവ പൈതലേ, നിന്റെ ഹൃദയം എവിടെയെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക് സഹോദരി. ഒന്ന് തിരിഞ്ഞു നോക്ക്. കടന്നു വന്ന പാതയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പാ, എനിക്ക് എവിടെയെങ്കിലും കുറവ് സംഭവിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം അപ്പനോട് ക്ഷമിക്കണം അപ്പാന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയാം? ഇന്ന് സമർപ്പിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ആത്മിക ജീവിതത്തിൽ ഒരു വലിയ മിറക്കിൾ നടക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബം, സാമ്പത്തിക മേഖല, നിന്റെ ആത്മിക ജീവിതം എങ്ങും എത്താതെ പോയിട്ടുണ്ടെങ്കിൽ ഗ്ലോറി, ഹല്ലേലൂയ, അറിഞ്ഞുകൊള്ളുക, നിന്റെ ഹൃദയം എവിടെയോ ക്ഷീണിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരി, ആത്മീക ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. ദൈവദാസനെ, ശുശ്രൂഷ തലങ്ങളിൽ എന്ത് സംഭവിച്ചു? ശുശ്രൂഷയ്ക്ക് ഹല്ലേലൂയ മന്ദത സംഭവിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, കർത്താവേ, എന്നിലുള്ള കുറവുകൾ എന്താണ്? എവിടെയാണ് എനിക്ക് ക്ഷീണം സംഭവിച്ചതെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് സമർപ്പിച്ചു കൊടുത്താട്ടെ. നിന്റെ ശുശ്രൂഷയെ വിശാലതയിലേക്ക് എത്തിക്കുവാൻ എന്റെ ദൈവം ദൂതന്മാരെ അയക്കുന്നത്. നിന്റെ അരികിലേക്ക് ദൂതന്മാരെ അയക്കാൻ പോവുകയാണ്.
Praise the Lord. Hallelujah. പ്രിയ ദൈവ പൈതലെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. രണ്ടാമതായിട്ട്, ജീവിപ്പാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോകും. ആദ്യം നാം കണ്ടു, മടുപ്പ് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് മടുപ്പ് സംഭവിക്കും. എന്തിനാ ജീവിക്കുന്നത്? അടുത്തതായിട്ട്, ജാലരിയ ദൈവവൈദ്യനെ ജീവിക്കുവാനുള്ളവന്റെ ആഗ്രഹമേ നഷ്ടപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, യോനയ്ക്ക് തണലായിരിക്കേണ്ടതിന് ഒരു ആവണക്ക ചെടിയെ ദൈവം സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പെട്ടെന്ന് ഒരു നാൾ എന്താ സംഭവിച്ചത്? ഒരു പുഴു ആവണക്ക ചെടിയെ കുത്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് ഉണങ്ങിപ്പോയി. ആവണക്ക് ഉണങ്ങി എന്നത് യോന തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്ന് അറിയാമോ? ദൈവ പൈതലേ, വെയിൽ തന്റെ തലയിൽ തട്ടുമ്പോഴാ അവൻ തിരിച്ചറിഞ്ഞത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്നേഹിത, ജീവിതത്തിൽ ചില നേരം അല്ലെങ്കിൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? വെയിൽ തട്ടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ മേലുള്ള അഭിഷേകം, ഹല്ലേലൂയ, കൃപകൾ നഷ്ടപ്പെടുന്നത് ഹല്ലേലൂയ പെട്ടെന്നൊന്നും നീ തിരിച്ചറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനം, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദർശനങ്ങളും കൃപകളും വരങ്ങളും ഒക്കെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത് നീ തിരിച്ചറിയുന്ന പോലും ഇല്ല സഹോദരി. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ ചോർന്ന് പോകുക. നിന്നിലുള്ള അനുഭവങ്ങൾ അങ്ങനെ ചോർന്ന് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കുറഞ്ഞിട്ട്, ദൈവമുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് പോലും നീ തിരിച്ചറിയുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടായിരുന്ന നാളുകളുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും പ്രാർത്ഥിക്കും, ഇങ്ങോട്ട് വരുമ്പോഴും പ്രാർത്ഥിക്കും, കിടക്കാൻ പോകുമ്പോഴും പ്രാർത്ഥിക്കും, ചുമ്മാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കും, വചനം വായിക്കും, ധ്യാനിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴെന്തിയെ പ്രാർത്ഥന? എനിക്കൊരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. 4:30 മണിയാണ് എൻ്റെ പ്രാർത്ഥനയുടെ ടൈമാണ്. കുറേ നാളുകൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വളരെ ഉത്സാഹിതരായി കാണപ്പെട്ടു. ഇപ്പോഴെനിക്ക് അവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുക. കാരണം പ്രാർത്ഥനയ്ക്ക് ആർക്കും മുൻതൂക്കം കൊടുക്കുവാൻ കഴിയുന്നില്ല. വചനം കേൾക്കുവാൻ ആർക്കും മുൻതൂക്കം കൊടുക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. മഗ്ദലനായ മറിയ, ഹല്ലേലൂയ, ദൈവ പൈതലേ, അതിരാവിലെ കല്ലറയ്ക്കൽ പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു സെമിത്തേരിയിലേക്ക് ഒരു സ്ത്രീ കടന്നു പോകണമെങ്കിൽ അവളുടെ ഹൃദയത്തിനകത്ത് എന്തുമാത്രം ധൈര്യമുണ്ടായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, അവൾ അതികാലയിൽ എഴുന്നേറ്റ് അവൾ കല്ലറയ്ക്കൽ പോകുന്നു. കാരണം എന്താ? ഹല്ലേലൂയ. തന്റെ അരുമനാഥനായിരിക്കുന്ന കർത്താവിന്റെ ഗുരുനാഥനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോരണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ മറിയയ്ക്കുണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൾ അതികാലയിൽ അവൾ കല്ലറയ്ക്കൽ പോയി എന്നാണ് നാം വായിക്കുന്നത്. ആകെ പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ ദൈവകൃപ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പോലും തിരിച്ചറിയാതെ ജീവിക്കരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പണമുണ്ട്? എത്ര പേർക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന, കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ അങ്ങനോട് സംസാരിച്ച ദിനങ്ങൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ ദർശനങ്ങൾ കണ്ടിട്ട് അതിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച ദിനങ്ങളില്ലേ? സഹോദരി, എന്ത് സംഭവിച്ചു? ക്ഷീണം സംഭവിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഇപ്പോൾ എല്ലാത്തിനും ഒരു മന്ദതയാണ്. മന്ദീഭവിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇവിടെ യോന ചിന്തിക്കുന്നത് മരിച്ചാൽ മതിയെന്നാണ്. ജീവിക്കുവാനുള്ള ഇഷ്ടം അഥവാ ആഗ്രഹം തനിക്ക് കുറഞ്ഞു പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചത്? ഹൃദയത്തിൽ ക്ഷീണം സംഭവിച്ചു. ഹൃദയത്തിൽ ക്ഷീണം സംഭവിച്ചു. ഹൃദയത്തിൽ ക്ഷീണം സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവ പൈതലേ, ജീവിതത്തെക്കാൾ ഹല്ലേലൂയ മരണത്തെ സ്നേഹിക്കുവാൻ തുടങ്ങും. മരണത്തിന്റെ കാര്യങ്ങൾ മാത്രം പറയും. അത് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി,
എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഞാൻ ഇത്രയും നാൾ ജീവിച്ച് എന്ത് സാധിച്ചു? എന്ത് സാധിക്കാനാ? ഇതൊക്കെയാ ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അവന് സംഭവിക്കുന്നത്, അവൻ പ്രത്യാശ വെച്ചിരിക്കുന്ന അവന്റെ വിലയേറിയ പ്രത്യാശ അവന് നഷ്ടമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. മരിച്ചാൽ മതിയെന്നും എന്തിനാണ് ജീവിക്കുന്നതെന്നും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എങ്കിൽ അറിഞ്ഞുകൊള്ളേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിന്റെ ഹൃദയത്തിൽ എവിടെയോ ക്ഷീണം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. തകർന്നു പോകാതെ, അല്ലെങ്കിൽ ഇത് നിനക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് സഹോദരി, പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് സഹോദര. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ ഒരു തരം കൂടെ ഒന്ന് പരിശോധന കഴിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, സിക്ലാഗിലേക്ക് മടങ്ങി വന്ന ദാവീദിന്റെ മുൻപാകെ, പ്രൈസ് ദി ലോർഡ്, അമാലേക്യർ വന്ന സിക്ലാഗിനെ ചുട്ടു നശിപ്പിച്ച സകലത്തെയും പിടിച്ചു കൊണ്ടുപോയി സകലരും കരഞ്ഞ് ബലമില്ലാത്തവരായി തീർന്നു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. എന്നാൽ അവർ അമാലേക്കിനെ പിന്തുടർന്നു. ബസോർ തോട്ടിനരികിലെത്തി. പ്രിയരെ, ഇവർക്കൊരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? അവർക്കൊരു പ്രത്യാശയുണ്ട്, ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നീ അധൈര്യപ്പെട്ടു പോകരുത്. നീ വിശ്വസിച്ചുറക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്റെ കർത്താവ് എനിക്ക് ബലമാണ്, എന്റെ കർത്താവ് എനിക്ക് ശക്തനാണ്, എനിക്ക് മുൻപടയും പിൻപടയുമായി ഇസ്രായേലിന്റെ ദൈവം എന്റെ കൂടെയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ, എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് അല്ലെങ്കിൽ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവരുടെ കൂടെയുണ്ട്. അമാലേക്കിനെ പിടിക്കും, സിക്ലാഗിനെ പുനർനിർമ്മിക്കും എന്നതാണ് അവരുടെ പ്രത്യാശ. സിക്ലാഗിൽ നഷ്ടപ്പെട്ടത് മടക്കി കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ പറയുന്നു, ബസോർത്തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ച് 200 പേർ. കാരണം എന്താണെന്ന് അറിയാമോ? ഇവർ ക്ഷീണിച്ചു പോയി. ബസോർത്തോട് കടക്കുവാൻ കഴിയാതെ അവർ ക്ഷീണിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ബസോർത്തോട്ടിനുള്ളിൽ വരുമ്പോൾ കാലുകളൊക്കെ അവർക്ക് വിറയ്ക്കുവാൻ തുടങ്ങി. കാലുകൾ വിറച്ചാൽ പിന്നെ എങ്ങനെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? അവർ പുറകിലേക്ക് പോകുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവർ പുറകിലേക്ക് പോകുവാൻ തുടങ്ങി. പ്രിയ ദൈവ പൈതലേ, എന്താ സഹോദര പറ്റിയത്? എന്താ സഹോദരി പറ്റിയത്? ഹൃദയത്തിൽ എവിടെയോ ക്ഷീണം സംഭവിച്ചു. ഹൃദയത്തിൽ എവിടെയോ ക്ഷീണം സംഭവിച്ചു. ആത്മീയ ജീവിതം പുറകിലേക്കാ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മുമ്പൊക്കെ ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ പാടുവാനും പ്രാർത്ഥിക്കുവാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിളിച്ചപേക്ഷിപ്പാൻ സന്ദർഭങ്ങളെ, സമയങ്ങളെ വേർതിരിച്ച് വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സമയമില്ല, തിരക്കാം. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമയമില്ല. ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ നീ തിരക്ക് കൂട്ടേണ്ടത് ഏത് വിഷയത്തിലാണെന്ന് അറിയാമോ? കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും, ഹല്ലേലൂയ മറ്റുള്ളവരോട്, ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നീ തിരക്ക് കൂട്ടണമെന്നേ. നിന്റെ ഭൗതിക ജീവിതത്തിന് വേണ്ടുന്ന, നിന്റെ പേർക്ക്, നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ സമയത്തെ, കർത്താവിന്റെ സമയത്തെ കൂടെ മാറ്റി വെച്ചിട്ട് തിരക്കാന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ല. നിനക്കൊരിക്കലും തിരക്കൊഴിയത്തില്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ക്ഷീണം സംഭവിച്ചാൽ ചില പ്രതിസന്ധികൾ മറികടക്കുവാൻ ബലം നഷ്ടപ്പെട്ടു പോകും എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ അറ്റം വരെ നിന്റെ കാലടികൾ വെച്ചിട്ടും ഒരു നന്മയും കണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലേ, ചിലർ പറയാറില്ലേ, ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല. അതെ, ഞങ്ങളുടെ അടുത്തുള്ള സഹോദരിയൊക്കെ പ്രാർത്ഥിക്കും, എന്തെല്ലാം ദൈവം പ്രാർത്ഥിച്ച് എന്തെല്ലാം അവർക്ക് കൊടുക്കുന്നത്, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. ഹൃദയം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് തകരുമ്പോൾ, ദൈവമേ
ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കും. യേശുവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കും. എത്ര പേർ സമർപ്പിക്കുവാൻ തയ്യാറാണ്? നമ്മുടെ അപ്പന്റെ കരം ഒരിക്കലും കുറുതായി പോയിട്ടില്ല, കാത് ദൈവമക്കളെ മന്ദമായി പോയിട്ടില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 31:10 എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എന്റെ അകൃത്യം നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. വിശ്വാസത്തിന്റെ ബലമോ പ്രാർത്ഥനയുടെ ബലമോ ആത്മാവിന്റെ ബലമോ എവിടെയാണ് ക്ഷീണം സംഭവിച്ചത്? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പൈതലെ നമ്മളെ ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചാട്ടെ. ഹാലലി കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തോടൊപ്പം ഇടപെടണമേ എന്ന് ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താട്ടെ. യോനയോട് നിനക്ക് എവിടെയാണ് ക്ഷീണം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ യോന ഒറ്റ കാര്യം പറയും. എന്ത് പറയുന്നറിയാമോ? എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു, ദൈവഹിതത്തിന് ഞാൻ അന്യനായി. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. എന്റെ പിഴയാണ് എന്റെ ഹൃദയം ക്ഷീണിപ്പാൻ കാരണമായത് എന്ന് യോന പറയുവാനായിട്ടിടയായിരുന്നു. പ്രിയ ദൈവ പൈതലെ, സമർപ്പണത്തോടെ പറഞ്ഞാട്ടെ, യേശുവേ, എന്റെ ഹൃദയം ഹാലലൂയ എന്റെ അകൃത്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ക്ഷീണാവസ്ഥയിൽ എത്തിയത് എന്ന് സ്വയം എന്ന് സമ്മതിച്ചു കൊടുത്താട്ടെ. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനം 6:7 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരനോട് നമുക്കൊന്ന് ചോദിക്കാം, എന്താ ഇങ്ങനെ ക്ഷീണിച്ചു പോയതെന്ന് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ ഒറ്റ മറുപടി പറയും, എന്നെ വേട്ടയാടിയ ശത്രുക്കൾ നിന്ന കൊണ്ടും അപവാദം കൊണ്ടും സംഘടനാബലം കൊണ്ടും സാമ്പത്തിക ശക്തി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും എന്നെ വേട്ടയാടിയ ശത്രു നിരന്തരമായി ശത്രുവിന്റെ ഉപദ്രവങ്ങളിൽ വേട്ടയാടപ്പെട്ടാൽ കുഞ്ഞേ നീ ക്ഷീണിച്ചു പോകും. ദൈവ പൈതലെ, ശത്രു നിന്നെ വേട്ടയാടുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു നിന്നെ വേട്ടയാടുകയാണോ? നിരന്തരമായി നീ ഹല്ലേലൂയ നിനക്കാരോട് പറയാൻ പറ്റാത്ത ശത്രുത അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ പക മറ്റുള്ളവരിൽ നിന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? കുഞ്ഞെ ദൈവസ്ഥലത്തിൽ സമർപ്പിക്കുക. നിനക്ക് നേരായി വരുന്ന ശത്രുവിനെ, ഓ ഹല്ലേലൂയ, ആ ശത്രുവിനെ ദൈവസ്ഥാനത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നേ. കർത്താവ് അവരോട് ഇടപെടുന്ന ദിവസമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ആമേൻ, നിന്റെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ഹല്ലേലൂയ ഒന്ന് വിളിച്ചപേക്ഷിക്ക്. ദൈവത്തോട് നിലവിളിക്ക്, കർത്താവേ, ഹല്ലേലൂയ, എന്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നപ്പ എനിക്ക് ബലം തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. മടുത്തു പോകരുത് പ്രിയ ദൈവ പൈതലേ, നീ മടുത്തു പോകരുത്. പ്രാർത്ഥിച്ച് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. നിന്ദകളും സാമ്പത്തിക പ്രതിസന്ധികൾ മറ്റും ജീവിതത്തിൽ ശത്രു വേട്ടയാടുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ച് പോയിരിക്കാം. നമുക്കിതൊക്കെ പറയാൻ ഈസിയാ. പല വിഷയങ്ങളാ, പല വിധത്തിലാണ് അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, ദൈവം നിനക്കായി ഒരു വഴി തുറക്കുന്ന ഒരു ദിവസമാ. ഹല്ലേലൂയ. നിന്റെ പലപ്പോഴായിട്ടുള്ള കണ്ണുനീർ കർത്താവ് ചേർത്ത് വെച്ചിട്ടുണ്ട്, തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അവയെ തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ, നിന്റെ വിഷയത്തിന് വിടുതൽ നൽകുവാൻ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ, നിന്റെ രോഗത്തിന് വിടുതലയിക്കുവാൻ കർത്താവ് നിന്റെ കണ്ണുനീരെ ചേർത്ത് വെച്ചിരിക്കുകയാണെന്ന് തുരുത്തിയിലാക്കി വെച്ചിരിക്കുക. നിന്റെ കടബാധ്യതകൾ, നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പലവിധമാകുന്ന വിഷയങ്ങൾ, ആരോട് പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള ദുഃഖങ്ങൾ നിന്റെ ജീവിതത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞേ, നീ ഭാരപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നീ ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാണെന്ന് കർത്താവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കേണ്ട. ഹല്ലേലൂയ. മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ആകയാൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ കടന്നു വരുമ്പോൾ നീ അധൈര്യപ്പെട്ട് മാറി നിൽക്കാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്.
ആ പൊന്നപ്പച്ചൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഗിദെയോൻ പരാക്രമശാലിയാണ്. ആമേൻ. ദൈവിക ബലത്തോടെ അയക്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ നിരന്തരമായ ശത്രുവിന്റെ ഉപദ്രവങ്ങളിൽ താനും കൂടെയുള്ള 300 പേരും ക്ഷീണിച്ചു പോകുകയും പോയി. എന്നാൽ ദൈവവൈദ്യരെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഹല്ലേലൂയ, മിദ്യാന്യ രാജാക്കന്മാർ തങ്ങളെ പിന്തുടരുമ്പോൾ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായ പൈശാചിക പോരുകളും നിരന്തരമായ യുദ്ധങ്ങളും കടന്നു വരുമ്പോൾ കുഞ്ഞേ ഒരുപക്ഷെ നാം ക്ഷീണിച്ചു പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവ പൈതലെ നിന്റെ ജീവിതം നിരാശയിൽ അവസാനിക്കേണ്ടതല്ല. ആമേൻ. ഹല്ലേലൂയ. നീ നിരാശയിൽ അവസാനിക്കേണ്ടുന്ന ഒരു വ്യക്തി അല്ല. ഹല്ലേലൂയ. മടുത്തു പോകേണ്ട വ്യക്തി അല്ല. പിന്നെയോ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. അവൻ നമ്മുടെ അകൃത്യങ്ങളെ മോചിക്കുന്ന ക്ഷമിക്കുന്ന കർത്താവ്, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. വിലാപങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ നിലത്തിലെ അനുഭവം ഇല്ലായ്കയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. അപ്പോ നിലത്തിലെ അനുഭവവും അധ്വാനത്തിന് ഒരു കുറവും ഇല്ല. പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? പരിശ്രമത്തിന് കുറവുണ്ടോ? എല്ലാം ചെയ്ത് എന്നിട്ടും എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. പ്രിയ ദൈവ പൈതലേ, പ്രയത്നങ്ങൾ വൃഥാവാകുമ്പോൾ ക്ഷീണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ചിലർ കണ്ടിട്ടില്ല, 1-ാം തീയതി സാലറി വാങ്ങും, 5 തീയതി വരെ അവരുടെ കയ്യിൽ മുഴുമയായിട്ട് ആ സാലറി ഉണ്ടാകും. 10 തീയതി വരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. 15-ാം തീയതി വരുമ്പോഴേക്കും എവിടെയൊക്കെ വായ്പ വാങ്ങുന്നത് കണ്ടിട്ടില്ലേ ദൈവമക്കളെ? എന്താ അതിന്റെ കാരണം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നീ കൊടുക്കേണ്ടത് ദൈവത്തിന് കൃത്യമായി കൊടുക്കണം. കർത്താവിനെ നീ ഒന്ന് കബളിപ്പിച്ചാൽ, കർത്താവിന് നീ കടങ്കാരിയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എങ്ങനെ നിന്റെ കടൻ എങ്ങനെ അടച്ചു തീർക്കാനാ? അതുകൊണ്ട് അധ്വാനിക്കുന്നത് എങ്ങോട്ട് പോകുന്നത് പോലും അറിയത്തില്ല. ചിലർ പറയും സാലറി വാങ്ങിക്കുന്നത് മാത്രം അറിയാം, പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല എന്ന. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവ പൈതലേ, അകൃത്യം കൊണ്ടാണോ നീ ക്ഷീണിച്ചു പോകുന്നത്? ആമേൻ. വേട്ടയാടുന്ന ശത്രുവിനെ കൊണ്ടാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോയത്? ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്. ഞാൻ ഭൂമിയുടെ അറ്റം വരെ എത്തി. ഒരു മനുഷ്യൻ അറ്റം വരെ എത്തണമെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ദാവീദിനോട് ചോദിക്കാം, എന്താ ദാവീദേ ഭൂമിയുടെ അറ്റം വരെ പോയത് എന്ന് ചോദിച്ചാൽ ദാവീദ് പറയും, എനിക്ക് ഒരു രാജാവുണ്ടായിരുന്നു, അഭിഷേകം നഷ്ടപ്പെട്ട അധികാരി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ പോയാലും എന്നെ പിന്തുടർന്നവൻ. ഞാൻ ഓടി ഭൂമിയുടെ അറ്റത്തെത്തി, അവസാനം ഞാൻ ക്ഷീണിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഈ സമയം ഞാൻ നിലവിളിച്ചു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്നെ അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോത്തിനോട് ചോദിച്ചാൽ ലോത്ത് പറയും, ഇനി പർവ്വതം ബുദ്ധിമുട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ജോസഫിന്റെ കുടുംബം പോലെ അപ്പനോ സഹോദരന്മാർക്കോ വന്നേക്കാം, പക്ഷേ വിശ്വസിക്കൂ ദൈവ പൈതലേ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതായിരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സമർപ്പിക്കുവാനായിട്ട് കഴിയും? കർത്താവേ, ഹല്ലേലൂയപ്പാ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ ജീവിതത്തിനകത്ത് എവിടെയാണ് എനിക്ക് വീഴ്ച സംഭവിച്ചത്? എവിടെയാണ് ഞാൻ തളർന്നു പോയത്? എവിടെയാണ് ഞാൻ തകർന്നു പോയത്? എവിടെയാണ് എന്റെ ജീവിതത്തിൽ മടുപ്പ് സംഭവിച്ചത്? യേശുവേ, അങ്ങനോട് ഇടപെട്ട് എന്റെ കുറ്റങ്ങളെ, എന്റെ കുറവുകളെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുത്ത് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കഴിയും? എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ആമേൻ പറയുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും നിങ്ങളോട് ഇടപെടുന്ന ഒരു ദിവസമായി മാറും. ഒരു പക്ഷേ നമ്മുടെ ക്ഷീണം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രിയരെ, ദാനിയേൽ ക്ഷീണിച്ചു പോയി നമുക്കറിയാം. ദാനിയേൽ ക്ഷീണിച്ചു പോയപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ ക്ഷീണിച്ച അവസ്ഥയിലാണോ? ഹല്ലേലൂയ. നമുക്കറിയാം, യാക്കോബ് ക്ഷീണിച്ചു പോയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിന്റെ
അരികിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഏലിയാവ് ക്ഷീണിച്ച് ചൂരച്ചെടിയുടെ തണലിൽ മരണം മാത്രം മതി എനിക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് ഏലിയാവ് ക്ഷീണിതനായി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരിച്ചാൽ മതി എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഇതാ ദൂതൻ ഇറങ്ങി വന്ന് ആ ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ? ആകെ പ്രിയമുള്ള ദൈവമക്കളെ, എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചത്? ഹല്ലേലൂയ. നാം ആരെങ്കിലും വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ കുടുംബ ജീവിതമാകട്ടെ, വ്യക്തി ജീവിതമാകട്ടെ, നിങ്ങളുടെ ആത്മീക ജീവിതമാകട്ടെ, ഭൗതിക ജീവിതമാകട്ടെ, തൊഴിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ബിസിനസ് മേഖലയാകട്ടെ, രോഗബന്ധനമാകട്ടെ, കടബാധ്യതയാകട്ടെ, ഏത് തന്നെ ആയിരുന്നാലും, ഏത് വിഷയമായിരുന്നാലും, നിങ്ങൾ തകർന്നു പോയ, നിങ്ങൾ ക്ഷീണിച്ചു പോയ ഏത് മേഖലയായിരുന്നാലും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവ പൈതലേ, ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നിങ്ങളെ സമർപ്പിച്ചു കൊടുത്ത കർത്താവേ, അല്ലെങ്കിൽ എന്റെ ഈ ക്ഷീണാവസ്ഥയിൽ നിന്ന് എന്നെ കരം പിടിച്ചുയർത്തി നിർത്തണമേ എന്ന് പറയുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? നിശ്ചയമായും നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ആകെ പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, ക്ഷീണിക്കുമ്പോൾ ഹല്ലേലൂയ നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രത്യാശയാണ്. എന്താണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ? ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഒരുക്കുന്ന രാജ്യം, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, അത്ഭുതനാഥന്റെ വരവിങ്കൽ, അന്ത്യകാഹളത്തിങ്കൽ ആ ശബ്ദം കേൾക്കുവാനുള്ള ആ ഒരു ഭാഗ്യം നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടിയല്ലേ ദൈവമക്കളെ നാം എല്ലാവരും അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? ആകയാൽ ഈ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ എന്ത് തന്നെ കടന്നു വന്നാലും അധൈര്യപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, ക്ഷീണിച്ച് തകർന്ന് മാറിയിരിക്കരുത്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് ബലമാണ്, എൻ്റെ കർത്താവ് എൻ്റെ ഈ ക്ഷീണാവസ്ഥയിൽ നിന്ന് എന്നെ പിടിച്ച് കരം പിടിച്ച് ഉയർത്തി മാനിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ഉറച്ചു വിശ്വസിച്ചാട്ടെ. ഒരു പാട്ടിന്റെ 4 ലൈൻ പാടി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രതികൂല കാറ്റെന്നിൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. എന്നോട് ചേർന്ന് എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കു മാറുകില്ല. എല്ലാ പ്രിയപ്പെട്ടവർ കണ്ണുകളടച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഇന്ന് ഞങ്ങൾ കേട്ടതായി ഈ വചനം കർത്താവേ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അത് ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ. ഇന്ന് വചനം കേട്ടവർക്കായി സ്തുതിക്കുന്ന കർത്താവേ, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം ചെയ്തു കർത്താവ്. ഇനിയും ബലപ്പെടുത്തിനായി സ്തുതിക്കുന്നു കർത്താവ്. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു മാനിച്ചാട്ടെ.
കൃപയ്ക്കുള്ളിൽ കർത്താവ് പൊതിഞ്ഞാട്ടെ, അവിടുത്തെ രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകല നന്മകളാലും നിറയ്ക്കണം കർത്താവേ, സകല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ വളരെ ഭയന്നു പോയി. കാരണം മഴയായിരുന്നു ഇവിടെ. എന്തായാലും മഴ ഒരല്പം വിട്ടു നിൽക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും മഴയായിരുന്നു. സോ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ഇതുവരെയിലും മെസ്സേജ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ സാജി ബ്രദറിനോടും കുടുംബത്തോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ, എൻ്റെ മെമ്പേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ, എന്നെ സ്നേഹിക്കുന്ന ദേവദാസന്മാർ, ദേവദാസിമാർ പലരും ഓൺലൈൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ രാത്രി 9 മണിയായിരിക്കും മെസ്സേജ് എന്നത് അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നതിന് മുൻപായി എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡെന്നും റോസ് മോൾ ഈറോഡെന്നും 2 അക്കൗണ്ട് സജീവമാണ്. അതിൽ ദിനംതോറും ആത്മീക ശുശ്രൂഷകൾ തമിഴിലും മലയാളത്തിലും നൽകപ്പെടുന്നു. എല്ലാ ദിവസവും പ്രിയ കർത്തൃദാസി സിസ്റ്റർ ചാച്ചിയമ്മ ക്രിസ്ത്യൻ ഫ്രം ഈറോഡ്, പ്രിയ കർത്തൃദാസിയുടെ അനുഗ്രഹിക്കപ്പെട്ട തമിഴ് മെസ്സേജ് ഉണ്ട്. ഞാനും എന്നെ കൊണ്ട് കഴിയുന്നത്രയും തമിഴ് മെസ്സേജ് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് മെസ്സേജുകൾ കേൾക്കാം. കടന്നു വരിക. എല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.